الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ വിശദീകരിക്കാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ അഹ്സാബാണ്. അതിലെ 45, 46 ആയത്തുകൾ. ഈ രണ്ട് ആയത്തിൻ്റെയും ചെറിയ തഫ്സീർ വിശദീകരണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രത്യേക നാമങ്ങൾ കൊടുത്തുകൊണ്ട് സ്തുതിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് തോന്നൂല എന്നുണ്ടെങ്കിലും അതിൻ്റെതായ ഗൗരവമേറിയ വിഷയങ്ങളാണ് അതിൽ പറയുന്നത്. അത് ശരിക്കും ഉൾക്കൊള്ളാത്തവർ ശരിക്കും ഉൾക്കൊള്ളാത്തവരാണ്. അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം കൊണ്ട് മാത്രം മതിയാക്കി അതിൽ ചിന്തിക്കാത്തവരും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകാത്തവരാണ്. അതിനാൽ നമ്മൾ ഇതിൻ്റെ ഒരു അർത്ഥം ശരിക്കും ഗ്രഹിക്കാൻ ഉതകും വിധം അതൊന്ന് പറയേണ്ടതുണ്ട്, വിശദീകരിക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഹിയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രണ്ട് ആയത്തിലും കൂടിയായിട്ട് 6 നാമങ്ങൾ അല്ലാഹു തആല വിളിക്കുന്നുണ്ട്. 6 നാമങ്ങൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നു. യാ അയ്യുഹൻ നബിയ്യു, യേ നബിയെ, ഇന്നാ അർസൽനാക, താങ്കളെ നാം അയച്ചിരിക്കുന്നു, ഷാഹിദൻ, സാക്ഷിയായിക്കൊണ്ട്, മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ട്, വനദീറൻ, താക്കീതുകാരനായിക്കൊണ്ട്, വദാഹിയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായിക്കൊണ്ട്, ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി, വസിറാജൻ മുനീറ, പ്രകാശം നൽകുന്ന ഒരു വിളക്കായിക്കൊണ്ടും. സിറാജൻ മുനീറ എന്നുള്ളത് ഒറ്റവാക്കായി പറയുമ്പോൾ അത് പ്രകാശം നൽകുന്ന വിളക്ക് എന്ന് പറയാം. നമ്മൾ ഒരുപാട് ഗാനങ്ങളിൽ, കവിതകളിലൊക്കെ ഈ നാമങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കാരണം കവികൾ അങ്ങനെ ഉപയോഗിക്കും, അവരെ മുഹബത്ത്, അതേപോലെ തന്നെ ഇഷ്ടം കാണിക്കാനായിട്ട് പലതിനെയും ഈ പേര് കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഉപയോഗിച്ചതല്ല ഈ വാക്യങ്ങൾ കൊണ്ട്. അതിൻ്റെ ഹഖീഖത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ്. ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും ആവശ്യമാണ്. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിയാനുണ്ട്. അതിൽ ആദ്യം പറയുന്നത് ഷാഹിദൻ എന്നാണ്, സാക്ഷിയായിക്കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സാക്ഷിയാവുന്നത് എന്നുള്ളതിന് ഒരുപാട് വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ പറയുന്ന വിശദീകരണം അള്ളാഹുവിൽ നിന്നും വന്ന യഥാർത്ഥമായ വിശദീകരണമാണ്. ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിശദീകരണം. ശരിക്കും ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം പറയാറുണ്ട് മോമിനീങ്ങളോട്, മോമിനായ മനുഷ്യനോട് പറയലുണ്ട്, നിന്റെ ഇഷ്ടനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലെങ്കിലും ജീവിതത്തിലോ അല്ലെങ്കിൽ സ്വപ്നത്തിലോ കാണരുത്, നിനക്ക് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. അത് നിർബന്ധമാണ്. അതൊരു സുന്നത്തായ കർമ്മോ അല്ലെങ്കിൽ നല്ലതായ കർമ്മോ അങ്ങനെ പറഞ്ഞാൽ പോരാ, അത് നിർബന്ധം തന്നെയാണ്. കാരണം ഉണ്ടതിന്. അതങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാക്ഷിയാവുന്നുള്ളൂ. അള്ളാഹുവിനെ കണ്ടവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയും കൂടി കാണുമ്പോഴാണ് നമുക്കും അള്ളാഹ്ക്കും ഇടയിലുള്ള ഇടനിലയാളൻ ആവുന്നത്, നമുക്ക് സാക്ഷി പറയാനാവുന്നത്. സാക്ഷിയാവണമെങ്കിൽ നമ്മളെയും കാണണം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ ഒരു ബന്ധം വരണം. ആ ബന്ധം ഒരു സ്വപ്നം വഴിയോ അതല്ല നേരിട്ടോ കാണാതെ സാധ്യമാവില്ല. കാരണം നമുക്ക് നാളെ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നാളെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദ്യം ഉണ്ടാവും. നമ്മൾ പറയാറുണ്ട് ചില ചോദ്യങ്ങൾ, മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക എന്നൊക്കെ പറഞ്ഞേക്കാണ്ട് ഉള്ള ചോദ്യങ്ങൾ. എന്നാൽ ഒരു മനുഷ്യനോട് 360 ചോദ്യങ്ങൾ ഖബറിൽ ഉണ്ടാവും എന്ന് പറയും. അതിൽ നമ്മൾ പല ഹദീസുകളും വായിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തരും. അപ്പോൾ എന്തിനാണ് ഈ ഫോട്ടോ കാണിച്ചു തരുന്നത്? ഒരിക്കലും കാണാത്ത ഒരാളെ ഫോട്ടോ കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് ഇന്ന ആളാന്ന് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുക? അപ്പോൾ ഫോട്ടോ കാണിച്ചു തരേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഈ ഫോട്ടോ നമുക്ക് മാത്രമാണോ കാണിച്ചു തരാൻ? സഹാബത്തിന് കാണിച്ചു കൊടുക്കുന്നത്? സഹാബത്ത് റസൂലുള്ളാഹിനെ കണ്ടതല്ലേ, പിന്നെ എന്തിനാണ് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്? ഇതിലൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്നതാണ് വിഷയം. ഈ ഖബറിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, ചോദ്യങ്ങളിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ അതിന് മുമ്പേ അവൻ കണ്ടിരിക്കണം റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് ജീവിതം തന്നത്. നമ്മളെ ഇമാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടവന് മാത്രമാണ് ആ ഫോട്ടോ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അത് നേരിട്ടായാലും മതി, അതല്ല സ്വർണത്തിലായാലും മതി, രണ്ടിലാണെങ്കിലും ഈ ഖബറിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന ഫോട്ടോ ഈ ഫോട്ടോ ആയിരിക്കും, റസൂലുള്ളാഹിന്റെ ഫോട്ടോ ആയിരിക്കും. റസൂലുള്ളാഹിനെ കാണാത്തവനെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ പരാജയപ്പെട്ടു പോകും.
അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബത്തുണ്ട്, മുനാഫിഖീങ്ങളുണ്ട്, കാഫിര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കും ഈ ഫോട്ടോ കാണിക്കപ്പെടും. അതിലെന്ത് യുക്തിയാണുള്ളത്? മോമിനീങ്ങളെ ആളുകൾക്ക് മോമിനീങ്ങളായതിന്റെ പേരിലൊക്കെ അർഹത ഉണ്ട് നോക്കാം. മോമിനീങ്ങളല്ലാത്ത ആളുകൾ റസൂലുള്ളാഹിനെ കണ്ടവരല്ലേ. അപ്പൊ ഈ ഫോട്ടോ കണ്ട് തിരിച്ചറിയപ്പെടൂലേ? അതും നമുക്ക് ചിന്തിക്കണമല്ലോ. ഇതിന്റെ അക്കം എന്താണ്? അവർക്ക് തിരിച്ചറിയാൻ സാധിക്കൂല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാരുടെ പക്ഷെ ഉത്തരം പറഞ്ഞേക്കാം. അത് അല്ലാഹു തആല അവർക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു തിരിച്ചറിവ് ഇല്ലാതാക്കി കളയുമെന്നുള്ളത്. അതല്ല അതിന്റെ ഹഖീഖത്ത്. ഈ ഫോട്ടോ റസൂലുള്ളാഹിന്റെ ജിസ്മിന്റെ ഫോട്ടോ അല്ല കാണിക്കപ്പെടുന്നത്. റസൂലുള്ളാഹിന്റെ ലതായിഫുൻ നഫ്സിന്റെ ഫോട്ടോ കാണിക്കപ്പെടുക. ലതായിഫുൻ നഫ്സ് എന്താണ് എന്നുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ വിശദീകരിച്ചാണ്. ലതായിഫുൻ നഫ്സിന്റെ ഫോട്ടോ കണ്ടവർക്കല്ലാതെ അത് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോൾ ഒരാൾ ആത്മീയതയിൽ പ്രവേശിച്ച് അവനവന്റെ നഫ്സ് ശുദ്ധിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് റസൂലുള്ളാഹിന്റെ നഫ്സിനോട് ബന്ധം വരുള്ളൂ. അവർക്ക് മാത്രമാണ് അതിനെ കാണാൻ സാധിക്കും. ഒരാളെ മനാമിൽ റസൂലുള്ളാഹ് വരുന്നത് നഫ്സുമായിട്ടാണ്. റസൂലുള്ളാഹ് നഫ്സിനെ കാണിക്കപ്പെടുന്നത്, അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിസ്മല്ല സ്വപ്നത്തിൽ വരാറും. ഇതൊക്കെ ഒരുപാട് പൊരുളുകൾ ഉള്ള വിഷയമാണ്. അപ്പോൾ അങ്ങനെ സ്വപ്നത്തിൽ കണ്ട റസൂലുള്ളാഹിന്റെ നഫ്സാണ്. അതല്ല ആ നഫ്സിനെ ആത്മീയമായിട്ട് നമ്മൾ ബാഹ്യമായി കണ്ടു കഴിഞ്ഞാലും ആ രൂപം നമുക്ക് ഗ്രാഹ്യമാകും. പിന്നീട് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ സഹാബത്താണെങ്കിലും റസൂലുള്ളാഹി ജിസ്മ കണ്ടത് കൊണ്ട് കാര്യമില്ല. അവനവന്റെ നഫ്സ് ശുദ്ധീകരിച്ച് ആ മക്കാമിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കാമിലെ റസൂലുള്ളാഹിന്റെ ആ ഒരു രൂപം കണ്ടവന് മാത്രമാണ് ഖബറിൽ ഇത് ഉത്തരം പറയാൻ സാധിക്കുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അനീതിയായിട്ട് പോകും. ഒരു കൂട്ടക്കാർക്ക് അല്ലാഹു തആല നേരിട്ട് കാണാൻ ഭാഗ്യം കൊടുത്ത് മറ്റുള്ളവർക്ക് ഭാഗ്യം കൊടുത്തില്ല. അപ്പോൾ രണ്ടുപേർക്കും ഖബറിൽ ഉത്തരം പറയുമാണ്. ഒരു കൂട്ടക്കാർക്ക് നേരത്തെ ഉത്തരം പറഞ്ഞു കൊടുത്ത പോലെ, ചോദ്യം കാണിച്ചു കൊടുത്ത പോലെ, ഉത്തരം കാണിച്ചു കൊടുത്ത പോലെ, അപ്പോൾ അത് അനീതിയായി. അങ്ങനെ സംഭവിക്കുള്ളൂ. എല്ലാവർക്കും ഒരേപോലെ ആവണം. ഇതിന്റെ ഹഖീഖത്ത് ഇന്നതാണ്. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹിനെ കാണാതെ നമുക്കൊരിക്കലും ഉമ്മത്തിയാവാൻ സാധിക്കില്ല. ഉമ്മത്തി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഫ്സിനോടെങ്കിലും ബന്ധം വരണം. റസൂലുള്ളാഹിന്റെ കുടുംബത്തിലേക്ക് ചേർക്കണം, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലേക്ക് ചേർക്കണം. അപ്പോൾ ആ ഉമ്മത്തിയാവലാണ് സാക്ഷിയാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവന് സാക്ഷിയായി അവന്റെ വിഷയം അള്ളാഹുവിനെ അവതരിപ്പിക്കാനുള്ള അർഹത അവനും കിട്ടി, ഉമ്മത്തിയാവും ചെയ്തു. അപ്പോൾ ഉമ്മത്തിയാവാനുള്ള ഷർത്ത് ഇതാണ്: ഒരാൾ റസൂലുള്ളാഹിനെ കാണണം, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന് സാക്ഷിയാവണം. അതാണ് സാക്ഷി. ഈ സാക്ഷി എന്നുള്ള വിഷയം റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ഉള്ള വിഷയമല്ല. ലോകാവസാനം വരെ ഇത് നിലനിൽക്കും, നീണ്ടുപോകും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിസ്മു മുഖേന നമ്മുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു പോയെങ്കിൽ ഈ നഫ്സ് ഇവിടെ തന്നെയുണ്ട്. അത് എല്ലാ സമയത്തും എല്ലാ ലോകത്തേക്കും എത്തപ്പെടും. ആ മക്കാമിലേക്ക് എത്തിയവരുമായിട്ടൊക്കെ ബന്ധപ്പെടും. അത് അതിൻ്റെതായ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. നഫ്സ് എല്ലാ കാലഘട്ടത്തേക്കും ഒന്ന് തന്നെ മതിയാവുന്നതാണ്. ജനങ്ങൾക്ക് മുഴുവനും സഹാബത്തിനും ഒരേപോലെ അവൈലബിൾ ആണ് ഈ നഫ്സ്. എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അതാണ് സാക്ഷി. പിന്നെ പറയുന്ന വേർഡ് മുബശ്ശിറൻ എന്നാണ്. മുബശ്ശിർ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുന്നവനാണ് അള്ളാഹുവിൽ നിന്നുള്ള. എന്താണ് സന്തോഷവാർത്ത? ഈ സന്തോഷവാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആലയെ നിനക്ക് കാണാൻ സാധിക്കും എന്നുള്ള സന്തോഷവാർത്തയാണ്. ഏറ്റവും വലിയ സന്തോഷം എന്താണ്? അള്ളാഹുവിനെ കാണുന്നല്ലേ. ഏറ്റവും വലിയ അധ്യാപകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഏറ്റവും വലിയ നിധിയാണ് ഈ ഇൽമ്. ഈ ഇൽമിലൂടെ, ഈ യാത്രയിലൂടെ നമുക്ക് കരഗതമാവുന്ന സൗഭാഗ്യം എന്താണ്? അള്ളാഹുവിനെ കാണാൻ സാധിക്കുക എന്നുള്ളത്. ആ സന്തോഷവാർത്ത കൊടുക്കുന്നവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു പ്രവാചകന്മാര് കൊടുത്ത സന്തോഷവാർത്ത അല്ലാതെ അവരെ കൊണ്ടൊന്നും അവരെ ഉമ്മത്തിന് അള്ളാഹു തആലയെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവർ തന്നെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം കാണുകയും ഉമ്മത്തിനെ കാണിപ്പിക്കാനുള്ള ഇൽമുമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കും ഇത് കാണാൻ സാധിക്കും എന്ന സന്തോഷവാർത്ത കൊടുക്കുന്നവനാണ്. അതാണ് മുബശ്ശിർ. പിന്നെ പറയുന്നുണ്ട് നദീറാൻ. നദീറാൻ എന്ന് പറയുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുന്നവനാണ്. മുന്നറിയിപ്പ് എന്താണ്? മുന്നറിയിപ്പ് നരകം കൊണ്ടുള്ള മുന്നറിയിപ്പല്ല. നിങ്ങൾ ഈ മാർഗത്തിലൂടെ പോകുന്ന സമയത്ത് വ്യതിചലനത്തിന് കാരണമായ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് മനസ്സിലാക്കി കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തുകൊണ്ട് നിങ്ങളെ മുന്നറിയിപ്പ് തരിക. അങ്ങനെയുള്ള ഒരു അമല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉമ്മത്തിന് ചെയ്തു കൊടുത്തുകൊണ്ടും അതിനാണ് നദീർ എന്ന് പറയുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങളിലേക്ക് മുബശ്ശിറും നദീറുമായിട്ട് വന്നവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം പറയുന്നത് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. അവിടെ വെച്ച് അള്ളാഹ് നിർത്തിയിട്ടില്ല. അവിടെ ഒരു വാക്യം കൂടി അതിലുണ്ട്, ബിഇദ്നിഹി, അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടി. ഇപ്പം ഇജാസിയത്ത് നിർബന്ധമാണ് എന്നതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലേക്ക് ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ സമ്മത പ്രകാരമാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഖുർആനിൽ.